നമസ്കാരം. ഇന്ന് ജനുവരി 1 പുതുവർഷ പുലരിയിൽ പുതുമയുള്ള വല്ല വർത്തമാനവും പറയാം എന്ന് വിചാരിച്ചു. പക്ഷേ അത് മനുഷ്യർക്കെല്ലാം പരിചയമുള്ള ഒരു വിഷയവും ആണ് താനും. മറ്റൊന്നുമല്ല, മതങ്ങളാണ്. എപ്പോഴും നമ്മൾ ഓർക്കുന്ന ഒരു കാര്യം, ഏതാണ് ഭൂമിയിലെ ഏറ്റവും മികച്ച മതം എന്ന ചോദ്യത്തിന് നമ്മൾ എന്ത് ഉത്തരം പറയും എന്നാണ്. ഈ ചോദ്യം ഞാൻ പഠിപ്പിക്കുന്ന കാലത്ത് കുട്ടികളോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അത്ഭുതകരമായൊരു ഉത്തരം, അതിൽ മഹാഭൂരിപക്ഷവും അവനവൻ്റെ മതമാണ് ഭൂമിയിലെ ഏറ്റവും മുന്തിയ മതം എന്ന ഉത്തരവുമായി വരുന്നു എന്നതാണ്. ഇതിൻ്റെ പേരാണ് യഥാർത്ഥത്തിൽ മതമൗലികവാദം എന്ന് പറയുന്നത്. എൻ്റെ മതം ഭൂമിയിലെ ഏറ്റവും മുന്തിയതാണ് എന്ന് വിചാരിക്കുമ്പോഴാണ് പലപ്പോഴും ഭൂമിയിൽ മതങ്ങളുടെ പേരിൽ കലഹങ്ങൾ ഉണ്ടാകുന്നത്. എൻ്റെ മതം പോലെ പവിത്രമാണ് എൻ്റെ സഹോദരൻ്റെ മതമെന്നും എൻ്റെ ദൈവം പോലെ വിശുദ്ധനാണ് ഭൂമിയിലെ എല്ലാ ദൈവങ്ങളും എന്ന് വിചാരിച്ചാൽ, അതുമല്ലെങ്കിൽ എല്ലാ ദൈവങ്ങളെയും പല പേരിട്ട് വിളിക്കുന്ന ഒരു പരാശക്തിയാണ് എന്ന് വിചാരിച്ചാൽ ഒരുപാട് തർക്കങ്ങൾ തീരും. എല്ലാ പ്രവാചകന്മാരും ഒരു പരമ്പരയുടെ ഭാഗമാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ, എല്ലാ വേദഗ്രന്ഥങ്ങളും ഒരു ദൈവത്തിൻ്റെ വെളിച്ചമാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ ഒരുപാട് തർക്കങ്ങൾ തീരും. പക്ഷെ തർക്കം നമ്മൾ ചെറുപ്പത്തിലേ തുടങ്ങുകയാണ്. എൻ്റെ മതം ഭൂമിയിൽ ഏറ്റവും മുന്തിയതാണ് എന്ന വാദം സത്യത്തിൽ അത് സ്വന്തം മാതാവിന് പോലും ബാധകമായ ഒന്നല്ല. എൻ്റെ അമ്മ ഭൂമിയിലെ ഏറ്റവും മുന്തിയ മാതാവാണെന്ന് പറഞ്ഞാൽ കലഹം തുടങ്ങും. പക്ഷെ പറയാവുന്നത് എങ്ങനെയാണ്? നമുക്ക് പരിചയമുള്ളത്, നമ്മൾ ശീലിച്ചത്, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണെന്ന് പറയാം. എൻ്റെ അമ്മ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയാണെന്ന് പറയാം. എന്നാൽ എൻ്റെ അമ്മ ഭൂമിയിലെ എല്ലാ അമ്മമാരെക്കാളും മികച്ചതാണെന്ന് പറയുമ്പോഴാണ് കലഹം തുടങ്ങുന്നത്. ഞാൻ മലയാള ഭാഷയെക്കുറിച്ച് UP ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് എഴുതിയൊരു പ്രബന്ധം ഞാൻ ഇപ്പോഴും വലിയ കൗതുകത്തോടെ, അങ്ങേയറ്റത്തെ ലജ്ജയോടെ ഓർക്കാറുണ്ട്. മലയാള ഭാഷയെക്കുറിച്ച് ഞാൻ എഴുതിയ അന്നത്തെ പ്രബന്ധത്തിൻ്റെ ആദ്യത്തെ വാക്യം, ഭൂമിയിലെ ഏറ്റവും മനോഹരമായ ഭാഷ മലയാളമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. മലയാളമല്ലാത്ത മറ്റൊരു ഭാഷയുടെയും ആദ്യാക്ഷരം പോലും എനിക്ക് അറിഞ്ഞുകൂടാത്ത കാലത്താണ് ഞാനത് പറഞ്ഞത്. പിന്നീട് ലോകത്തിലെ പല ഭാഷകളെയും പരിചയപ്പെട്ടു വന്നൊരു കാലത്ത് ഞാൻ എന്നെ തന്നെ തിരുത്തി എഴുതി, ഭൂമിയിലെ എല്ലാ ഭാഷയും മനോഹരമാണ്, എന്നാൽ എൻ്റെ ഭാഷ എനിക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. ഇതാണ് മതത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു മാർഗം. പലപ്പോഴും നമുക്ക് പറ്റുന്നത്, ഭൂമിയിൽ ഏറ്റവും മുന്തിയ മതം ഏതാണ് എന്ന് ചോദിച്ചാൽ എൻ്റെ മതത്തിൻ്റെ പേര് പറയും. എന്തുകൊണ്ടെന്നാൽ അത് മാത്രമേ നമുക്ക് അറിയൂ എന്നാണ് ഉത്തരം. ഭൂമിയിലെ മറ്റു മതങ്ങളെക്കുറിച്ച് പഠിച്ചിട്ട് പരിചയിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു താരതമ്യ പഠനത്തിലൂടെ എൻ്റെ മതമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതമോ മുന്തിയതാണെന്ന് തീരുമാനിക്കാൻ കഴിയുക? അത് അസാധ്യമാണ്. അതുകൊണ്ട് എല്ലാവരും അവനവൻ്റേത് മുന്തിയതാണ്, അവനവൻ്റേത് മികച്ചതാണ് എന്ന് വാദിച്ചുകൊണ്ടേയിരിക്കും. അതാണ് നമ്മുടെ മതം ഭൂമിയിൽ കലഹമുണ്ടാക്കുന്നതിൻ്റെ ഒരു അടിസ്ഥാന കാരണം. ഇന്ന് ഞാൻ ചോദിക്കുന്ന ചോദ്യം, ഭൂമിയിൽ എൻ്റെ മതം അല്ലാതെ എത്ര മതങ്ങളുണ്ട്? ഏതാണ് ഭൂമിയിൽ ആദ്യമുണ്ടായ മതം, ഒടുവിലുണ്ടായ മതം? ഇതൊരു പ്രധാനപ്പെട്ട ചിന്ത തന്നെയാണ്. അങ്ങനെ ചിന്ത വന്നാൽ, അത്തരം ചിന്തയിലേക്ക് മനുഷ്യനെ പ്രേരിപ്പിച്ചാലുള്ള ഗുണം, എൻ്റേതു മാത്രമാണ് സർവം എന്ന് വിചാരിക്കുന്ന ഒരു മാനസികാവസ്ഥയിൽ നിന്ന് മനുഷ്യനെ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ലോകത്തേക്ക്, സമത്വത്തിൻ്റെ ഒരു ലോകത്തേക്ക്, പരസ്പരമുള്ള ബഹുമാനത്തിൻ്റെ ഒരു ലോകത്തേക്ക് മാറ്റിയെടുക്കാൻ കഴിയും എന്ന ചിന്തയാണ്. നമ്മുടെ ഗൂഗിൾ ഉൾപ്പെടെയുള്ള മുത്തശ്ശിമാർ പറയുന്ന കണക്കനുസരിച്ച് 10,000-ലേറെ മതങ്ങളുണ്ട്. ചിലതിനൊന്നും മതം എന്ന് പേരുണ്ട്, ചിലതിനൊക്കെ സംസ്കാരം എന്നാണ് പേര്, ചിലതൊക്കെ വിശ്വാസ സംഹിതയാണ്, ചിലതൊക്കെ പെരുമാറ്റച്ചട്ടമാണ്. എന്തായാലും ഒരു വിശ്വാസ സംഹിതക്കാണല്ലോ മതം എന്ന് പറയുന്നത്. അത്തരം എത്ര മതങ്ങളുണ്ട്? 10,000-ലേറെ മതങ്ങളുണ്ട്. ഇതിലേതാണ് ഏറ്റവും പഴക്കമുള്ളത്? അക്കാര്യത്തിൽ പൊതുവെ നമ്മുടെ രേഖകളിലൊന്നും തർക്കമില്ല. ഏറ്റവും പഴക്കമുള്ളത് നമ്മുടെ സ്വന്തം ഇന്ത്യയുടെ സംസ്കാരമാണ്. അതിനെ ഹിന്ദു എന്ന് വിളിച്ചാലും ഇന്ത്യൻ എന്ന് വിളിച്ചാലും സംസ്കാരം എന്ന് വിളിച്ചാലും പിൽക്കാലത്ത് അതിന് മതം എന്ന് വിളിച്ചാലും അതാണ് ഏറ്റവും പഴക്കമുള്ളത്. അതിന് എത്ര കൊല്ലത്തെ പഴക്കമുണ്ട്? 10,000 കൊല്ലത്തെ പഴക്കമുണ്ട് എന്നാണ് ഹിന്ദു ഫിലോസഫിയുടെയും രേഖകളൊക്കെ പറയുന്നത്. അപ്പോൾ 10,000-ലേറെ കൊല്ലം പഴക്കമുള്ള മതങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. എന്നാൽ 10,000-ലേറെ മതങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. ഇതിൽ എത്ര മതത്തെ നമുക്കറിയാം? നമുക്ക് ആകെ പരിചയമുള്ളത്, നമുക്ക് ഇന്ത്യയിൽ പരിചയമുള്ള 5-6 മതങ്ങളാണ്. ഹിന്ദു മതം നമുക്ക് പരിചയമുണ്ട്. ലോകത്തിലെ ഭൂരിപക്ഷത്തിൻ്റെ മതം ക്രിസ്ത്യാനിറ്റിയാണ്. അത് കഴിഞ്ഞാൽ ഇസ്ലാം മതമാണ്. പിന്നെ ഏറ്റവും പഴക്കമുള്ള ഇന്ത്യയിലെ മതം ബുദ്ധമതമാണ്, ജൈന മതമാണ്. പിന്നെ നമുക്ക് പരിചയമുള്ളൊരു മതം സിഖ് മതമാണ്. 10,000 മതങ്ങളുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന അതിൻ്റെ ഒരു വോള്യമെങ്കിലും, അതിൻ്റെ വലിപ്പമെങ്കിലും ഒരു അന്താളിപ്പോടെ നമുക്ക് അറിയാൻ കഴിയണം എന്ന് പറയാനാണ് ഞാനിത് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള 10,000-ലേറെ വർഷം പഴക്കമുള്ള മതം ഹിന്ദു മതമാണെങ്കിൽ ഭൂമിയിൽ ഏറ്റവും പഴക്കം കുറഞ്ഞ മതം ഏതാണ്? ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മതം ഏതാണ്? നമ്മുടെ രേഖകൾ നൽകുന്ന ഉത്തരം ബഹായി മതമാണ് ഏറ്റവും ഒടുവിലുണ്ടായത് എന്നാണ്. ബഹായി മതം നമുക്കറിയാം, ഇറാനിലെ ബഹാവുല്ല എന്നൊരു പണ്ഡിതൻ, ഒരു മതാചാര്യൻ രൂപീകരിച്ചതാണ്. അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ സ്വന്തം മതമായി അതിനെ വ്യാഖ്യാനിച്ചുണ്ടാക്കുകയാണ്. അത് സത്യത്തിൽ അതിൻ്റെ ഒരു അടിത്തറ ഒരു മതത്തിൻ്റെ ഏകതയാണ്. അത് ബുദ്ധനും യേശുവും മുഹമ്മദും ഒക്കെ ഒരേ വഴിയിൽ സഞ്ചരിച്ചവരാണ്. ആ വഴിയിലുള്ള ഒരു പുതിയ ദൂതനാണ് ഞാൻ എന്ന വാദമാണ് ബഹാവുല്ല. അതിൻ്റെ പേരാണ് ബഹായിസം എന്ന് വിളിക്കുന്നത്. അത് ഉണ്ടാകുന്നത് 1863-ലാണ് എന്ന് പറഞ്ഞാൽ അതും 160 കൊല്ലം കഴിഞ്ഞു.
ഏറ്റവും പഴയ മതം ഹിന്ദു മതവും ഏറ്റവും പുതിയ മതം ബഹായിസവുമാണ് നമ്മുടെ രേഖകൾ പറയുമ്പോൾ ഈ 160 കൊല്ലം മുമ്പ് 162 കൊല്ലം മുമ്പുണ്ടായ ബഹായിസത്തിന് ശേഷം പിന്നെ മതം ഉണ്ടായില്ലേ? എൻ്റെ ഇന്നത്തെ അന്വേഷണം, ഞാൻ മുന്നോട്ട് വെക്കുന്ന ഒരു പുതിയ വെളിച്ചം, ഏറ്റവും പുതിയ മതങ്ങൾ ഭൂമിയിൽ അതിനുശേഷവും ഉണ്ടാകുന്നുണ്ട്. പുതിയ മതങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ചിലതൊക്കെ വലിയ സ്വീകാര്യത കിട്ടും, ചിലതൊക്കെ വളരും, ചിലതൊക്കെ ഒരു വ്യക്തിയുടെ ചിന്തയിൽ അത് അവസാനിക്കും. അങ്ങനെയാണ് മതചിന്തകളുടെ ഉത്പാദനം, അല്ലെങ്കിൽ പുതിയ പുതിയ മതങ്ങൾ ഭൂമിയിൽ അങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട് എന്ന് പറയാനാണ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ഒടുവിലുണ്ടായ മതം ഏതാണ്? അത്തരം ഒരു മതചിന്ത ഇന്ന് യൂറോപ്പിലും പടിഞ്ഞാറൻ രാജ്യങ്ങളിലും പടർന്നു പിടിക്കുന്നുണ്ട്. ആ മതത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. അതിന്റെ കാരണം, ഏറ്റവും ഒടുവിലുണ്ടായ മതം സ്വീഡനിലാണ്. ആ മതത്തിന്റെ പേര് സിന്തീസം എന്നാണ്. 10 വർഷം മുമ്പ് എന്ന് പറഞ്ഞാൽ 2014-15 കാലത്താണ് മതം ഉണ്ടാകുന്നത്. അലക്സാണ്ടർ ബാഡ് എന്ന ഒരു തത്വചിന്തകനാണ്, മ്യൂസീഷ്യനാണ്, അദ്ദേഹം സ്പിരിച്വൽ ലീഡറാണ്. അദ്ദേഹമാണ് അത് സ്ഥാപിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമാണ് 2014 ലോകത്ത് ചർച്ചയ്ക്ക് വന്നത്. ആ പുസ്തകത്തിൻ്റെ പേര് സിന്തീസം, ക്രിയേറ്റിംഗ് ഗോഡ് ഇൻ ദി ഇന്റർനെറ്റ് ഏജ് എന്നാണ്. ആ മതത്തിന്റെ ഒരു അടിസ്ഥാന ലക്ഷണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആ പുസ്തകത്തിന്റെ തലക്കെട്ട്. ആ പുസ്തകം 2014 വന്നതോടുകൂടിയാണ് ലോകം ചർച്ച ചെയ്യുന്നത്. ഇന്നിപ്പോൾ സിന്തീസം ഒരു മതമായി തീരുകയാണ്. സിന്തീസം എന്താണ്? സിന്തീസം എന്ന വാക്ക് പുതിയതല്ല, അത് പഴയ ഗ്രീക്ക് പുരാണങ്ങളിൽ നിന്ന് വന്ന ഒരു വാക്കാണ്. അത് സിന്തിയോസ് എന്ന വാക്കാണ്. സിന്തിയോസ് എന്ന വാക്കിന്റെ പ്രത്യേകത എന്താണ്? ദൈവത്തെ സൃഷ്ടിക്കുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ, ഈ ദൈവം മനുഷ്യൻ്റെ സൃഷ്ടിയാണോ? നമ്മുടെ മുമ്പിലുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ, ദൈവം മനുഷ്യൻ്റെ സൃഷ്ടിയാണോ, മനുഷ്യൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണോ എന്ന ചോദ്യം. ആ ചോദ്യത്തിന് നൽകുന്ന ഒരു ഉത്തരം, ആ അർത്ഥത്തിൽ സിന്തീസം മുന്നോട്ട് വെക്കുന്നത് ദൈവത്തെ തന്നെ സൃഷ്ടിക്കുന്നത് മനുഷ്യനാണ്. പ്രത്യേകിച്ച് പുതിയ സാങ്കേതിക വിദ്യയുടെ കാലത്ത്, ഇൻ്റർനെറ്റിൻ്റെ കാലത്ത് ദൈവത്തെ സൃഷ്ടിക്കാൻ മനുഷ്യന് സാധിക്കും. ഇൻ്റർനെറ്റിനെ മുൻനിർത്തി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ മുൻനിർത്തി, കമ്പ്യൂട്ടറിനെ മുൻനിർത്തി അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ദൈവത്തെ നിർമ്മിക്കുന്നത് മനുഷ്യൻ തന്നെയാണ്. ആ അർത്ഥത്തിൽ ഇത് യുക്തിവാദികൾക്ക് കൂടി സ്വീകാര്യമായൊരു മതമാണ്. അല്ലെങ്കിൽ യുക്തിവാദത്തിന് ഒരു ആത്മീയമായ അകക്കാമ്പ് കൊടുക്കുക. അങ്ങനെ പുതിയ സാങ്കേതിക വിദ്യയും ആത്മീയതയും തമ്മിലുള്ള ഒരു കൈമാറ്റ പ്രക്രിയ കൂടിയാണ് സിന്തീസം. സിന്തീസത്തിന്റെ അടിസ്ഥാന സങ്കല്പം ഇന്റർനെറ്റ് ദൈവം തന്നെയാണ്. ഇന്റർനെറ്റ് ദൈവത്തിന്റെ ഏറ്റവും പുതിയ അടയാളമാണ് എന്ന ചിന്തയാണ്. കാരണം ഇന്റർനെറ്റ് നമുക്കറിയാവുന്നതുപോലെ സർവ്വവ്യാപിയാണ്. ഇന്റർനെറ്റ് സർവജ്ഞാനിയാണ്. ഇന്റർനെറ്റ് സർവോപകാരിയാണ്. ദൈവത്തിന്റെ പ്രതീകം തന്നെയാണ്. ദൈവം ഇതൊക്കെ തന്നെയാണ്. സർവ്വവ്യാപിയാണ്, സർവജ്ഞാനിയാണ്, സർവോപകാരിയാണ്. ആ അർത്ഥത്തിൽ ഇന്റർനെറ്റിനെ ദൈവമായി കണ്ടുകൊണ്ടുള്ള ഒരു പുതിയ ദൈവസങ്കല്പമാണ് സിന്തീസം എന്ന മതം മുന്നോട്ട് വെക്കുന്നത്. അലക്സാണ്ടർ ബാഡ് എന്ന സ്വീഡിഷ് പൗരനാണ്. അദ്ദേഹത്തിന് 65 വയസ്സേ ഉള്ളൂ. അദ്ദേഹം ആണ് മുന്നോട്ട് വെക്കുന്നത്. അതിൻ്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത, വ്യക്തികൾ സൃഷ്ടാക്കളായി തീരുന്നു എന്നാണ്. ഓരോ വ്യക്തിയും ക്രിയേറ്റേഴ്സായിട്ട് മാറുക, ദൈവം മാത്രം ക്രിയേറ്റർ ആവുകയല്ല. ഞാൻ ഈ സമയത്ത് ഓർക്കുന്നൊരു വാക്യം സമാനമായ എല്ലാ വേദഗ്രന്ഥങ്ങളിലും ഉണ്ട്. ഖുർആനിലൊരു വാക്യമുണ്ട്, അള്ളാഹു അഹ്സനുൽ ഖാലിഖീൻ എന്നൊരു വാക്യം. എന്ന് പറഞ്ഞാൽ ദൈവം സൃഷ്ടാക്കളിൽ ഉത്തമനാണ്. എന്ന് വെച്ചാൽ ദൈവം മാത്രമാണ് സൃഷ്ടാവ് എന്നല്ല, സൃഷ്ടിക്കാൻ എല്ലാവർക്കും സാധിക്കും. ദൈവം പക്ഷേ ആ സൃഷ്ടാക്കളുടെ ഘട്ടത്തിൽ ഏറ്റവും ഉത്തമനാണ്. അത്തരത്തിലുള്ള ആത്മീയ ചിന്തകളോടുകൂടി, വേദചിന്തകളോടുകൂടി അടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ദൈവസങ്കല്പത്തിൽ വിശ്വാസമില്ലാത്ത യുക്തിവാദികൾക്ക് കൂടി സ്വീകാര്യമായ ഒരു ആത്മീയ ചിന്തയാണ് ഇത്. ഇന്റർനെറ്റ് കൊണ്ട് നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിയുമെങ്കിൽ ഇന്റർനെറ്റ് ദൈവീകമായൊരു പ്രക്രിയ തന്നെയാണ് അനുഷ്ഠിക്കുന്നത്. ദൈവത്തെ പോലും സൃഷ്ടിക്കാൻ, ജീവനെ സൃഷ്ടിക്കാൻ, മനുഷ്യനെ സൃഷ്ടിക്കാൻ, മനുഷ്യൻ്റെ സകലമാന ചേതനകളോടും കൂടി ഉള്ള സൃഷ്ടികളെ ഉണ്ടാക്കാൻ, സകല ജീവികളെയും പുനർനിർമ്മിക്കാൻ ഒക്കെ സാധിക്കുന്ന ഒരു പുതിയ യുഗത്തിൽ വന്ന് നിൽക്കുമ്പോൾ മനുഷ്യൻ തന്നെയാണ്, അഥവാ വ്യക്തികൾ തന്നെയാണ് സൃഷ്ടാക്കൾ. എല്ലാ വ്യക്തികളും സൃഷ്ടാക്കളാണ് എന്ന് പറയുന്ന ഒരു ജനാധിപത്യമുണ്ട്. ഇത് കുറെ കൂടി സൂക്ഷ്മമായിട്ട് പറഞ്ഞാൽ പഴയ ചിന്തയുടെ ഒരു തുടർച്ചയാണ്. 17-ാം നൂറ്റാണ്ടിൽ അലക്സാണ്ടർ ബാഡ് തന്നെ പറയുന്നത് സ്പിനോസയുടെ ചിന്തയിൽ നിന്ന്, 20-ാം നൂറ്റാണ്ടിലെ വൈറ്റ് ഹെഡിന്റെ ചിന്തയിലൊക്കെ ഈ സ്വപ്നമുണ്ട്. മനുഷ്യൻ ദൈവമായി തീരുന്ന ഒരു സ്വപ്നമാണ് ഞങ്ങൾ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത്. ഇതിൽ ഒരു കാര്യം കൂടി ചേർത്ത് പറഞ്ഞാലേ നമ്മൾ പൂർത്തിയാവുകയുള്ളൂ. മനുഷ്യൻ തന്നെയാണ് ദൈവമെന്നും ദൈവം മനുഷ്യനും രണ്ടല്ല, സൃഷ്ടിയും സൃഷ്ടാവും രണ്ടല്ല എന്ന ചിന്തയ്ക്ക് ഭാരതീയ തത്വചിന്തയുമായി ആഴത്തിൽ ബന്ധമുണ്ട് എന്ന് നമുക്കറിയാം. നമുക്ക് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുമ്പോഴും തത്വമസി എന്ന് പറയുമ്പോഴും ഒക്കെ ആ ചിന്ത നമ്മുടെ മനസ്സിൽ വരുന്നുണ്ട്. അതിനെ നമ്മൾ അദ്വൈതം എന്ന് വിളിക്കുന്നു. അല്ലെങ്കിൽ സമാനമായി സെൻ ബുദ്ധിസത്തിൽ ഇതുണ്ട്, ജൈനിസത്തിൽ ഇതുണ്ട് ഈ ചിന്ത. ഇതിൻ്റെ കുറെ കൂടി വിശാലമായ ഒരു തലത്തിൽ ആണെങ്കിൽ പോലും സമാന്തരമായി ഇസ്ലാമിലെ സൂഫിസവുമായിട്ടും ഇതിന് ബന്ധമുണ്ട്. ഒടുവിൽ മനുഷ്യൻ തന്നെ ദൈവമായി തീരുന്ന ഒരു പുതിയ സങ്കല്പത്തിലേക്ക്, യുക്തിവാദികളും മതവാദികളും തമ്മിൽ കലഹമില്ലാത്ത ഒരു പുതിയ സങ്കല്പത്തിലേക്ക്, ആശയവാദികളും
ഭൗതികവാദികളും തമ്മിൽ കലഹമില്ലാത്ത ഒരു പുതിയ ലോകത്തേക്ക് ഒരു പുതിയ മതം പിറന്നു വീണിരിക്കുന്നു. അതിൻ്റെ പേര് സിന്തീസം എന്നാണ്. 10,000 വർഷം പഴക്കമുള്ള മതത്തെ ബഹുമാനിക്കുന്ന നമുക്ക് 10 വർഷം മുമ്പുണ്ടായ ഒരു മതത്തെ കൂടി അറിയാനും സന്മനസ്സുണ്ടാവണം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.